ഹലോ. പതിവ് പോലെ തന്നെ സിവിയിലും പോർട്ട്ഫോളിയോയും കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് എല്ലാം മെയിലിലേക്ക് അയച്ചു തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിടുന്നത് ബീഹാവിലേക്കാണ്. ഇപ്പൊ ബുർജുമാൻ എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കരാമിൽ താമസിക്കുന്നുണ്ടെങ്കിലും ബുർജുമാനിലേക്ക് പോകാൻ നമുക്ക് മെട്രോ ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ ബസ്സും ആക്സസ് ഉണ്ട് കേട്ടോ. ചില ദിവസങ്ങൾ നമ്മളിങ്ങനെ ബസ് എടുത്താണ് പോവുക, എന്നിട്ട് മെട്രോയിൽ കയറിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങും. സോ പാന്തറും ടീമൊക്കെ അവിടെ ആദ്യം വെയിറ്റിംഗ് ആണ്. സോ നമ്മളൊന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഇതുപോലുള്ളൊരു ഫിറ്റ് ചെക്ക് പതിവാണ്. കുറച്ച് വർക്കിങ്ങും അപ്ലൈയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിന് താഴെ തന്നെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിനുള്ളിൽ കയറിയാൽ ഇവിടെ ഫുഡിന്റെ കുറേ സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാം. അധികം ഫാസ്റ്റ് ഫുഡ് ടൈപ്പ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഓക്കെ. സോ ടേസ്റ്റ് എനിക്ക് വല്ല ഇഷ്ടമായില്ല, പക്ഷെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ടാവും. എന്തോ നമ്മളെടുത്ത് വലിയ ഇഷ്ടമായില്ല. ഇതൊരു പവർ ബാങ്കിന്റെ മെഷീൻ ആട്ടോ. നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് എത്ര മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ ഫുഡ് കളക്ട് ചെയ്തിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്കാണ് നടന്നു പോകുന്നത്. അവിടുന്ന് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയതിനു ശേഷം അവിടെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ടീം മൊത്തം എത്തി. എല്ലാവരും ഇവിടെ നിന്ന് ഒരു മൂവിക്കൊക്കെ പോയാലോ എന്നുള്ള പ്ലാനിൽ നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ അവിടെ നടക്കുന്ന ഒരു പൊട്ടത്തരം നമ്മളത് പതിവാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ എന്താ പറയാ, ഓരോന്ന് രസമായിട്ടാണ് കേട്ടോ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഒരു വിസിറ്റിന് വന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ മാറാൻ ഇവരൊക്കെ തന്നെ ധാരാളമാണ്. ഇപ്പൊ ഈ മൂവിക്കുള്ള ടിക്കറ്റ് വരെ എടുത്താണ് അവരാട്ടോ. സോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സന്തോഷത്തിനാണ് അവർ ഇതൊക്കെ ചെയ്തു തരുന്നത്. ഇൻഷാ അള്ളാ ജോലി കിട്ടിയിട്ട് ഇതൊക്കെ വീട്ടാണ്ട്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറഞ്ഞ മൂവി ആട്ടോ. നമുക്ക് കിട്ടിയത് സ്ക്രീൻ 10-ലാണ്, വോക്സിലാണ് നമ്മൾ പടം കാണാൻ പോയത്. ഇതിനുള്ളിൽ എത്ര സ്ക്രീൻ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. കുറേ സ്ക്രീൻ ഉണ്ട്. അങ്ങനെ പടം തുടങ്ങി. അത്യാവശ്യം ഹൈപ്പും പിന്നെ ഇതൊരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആയെന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് പോയി നോക്കി കേട്ടോ. പക്ഷേ മമ്മൂട്ടിയുടെ അഭിനയം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കണ്ടിരിക്കുന്ന ഏതൊരാൾക്കാണെന്നുണ്ടെങ്കിലും കയറി ഒന്ന് പൊട്ടിക്കാൻ തോന്നും. അജ്ജതി അഭിനയ. അത് അഭിനയത്തിന് കുഴപ്പമില്ല കേട്ടോ, ഈ ഫിലിമിന്റെ കുഴപ്പമാ. ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത് ആ ഒരു രീതിയിലാണ്. സത്യത്തിൽ പറഞ്ഞ ഒരു സൈക്കോ പടം.